13 years ഉള്ള ഒരു കുട്ടി ഓൾമോസ്റ്റ് 3-4 റിലേഷൻഷിപ്പ്, 13 years, ഇമാജിൻ, ജസ്റ്റ് 9th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡിൽ 3-4 റിലേഷൻഷിപ്പ്, അതെനിക്ക് ഇവിടെ പുറത്ത് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഉള്ള ഒരു കേസ് നമുക്ക് വന്നിരുന്നു. അപ്പം എടുത്തെടുത്ത് ഹിസ്റ്ററി എടുത്തെടുത്ത് വരുമ്പോൾ ഫസ്റ്റ് ടൈം ഈ കുട്ടിയെ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടെത്തിച്ചത് സ്വന്തം ബ്രദർ. വൈ? ബിക്കോസ് വെൻ ഷി വാസ് സ്ലീപ്പിംഗ്, ഈ പറഞ്ഞതുപോലെ ത്രൂ സ്മോൾ ടച്ചസ് ആൻഡ് ഓൾ, ആ ഒരു രീതിയിൽ പതിയെ ഒരു കാര്യത്തിലേക്ക്, അന്ന് ഇതെന്താന്ന് പോലും അറിയാത്ത, അത് ഒരു റേപ്പ് എന്നുള്ള രീതിയിലല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് ആ ഒരു പ്ലഷറോട് കൂടി കുട്ടിക്ക് അത് പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ചെറിയ വീഡിയോസ് കാണിച്ചു കൊടുത്തു. ഇവർ ഒരുമിച്ചിരുന്ന് കാണാൻ തുടങ്ങി. പിന്നെ ഇതൊരു ക്രേവിംഗ് ആയിട്ട് മാറി. അപ്പം ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു, നമുക്ക് എന്താ വെച്ചാൽ നമുക്കത് ഇത് കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് മനസ്സിലായത്, കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഈ ദൈവം ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെയാണോ ഇത് പോകുന്നത്? ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എന്റെ മനസ്സിൽ ഇതായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കോ. ഒരുപാട് കേസുകൾ വരുന്നുണ്ട് സിമി. പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയും കുഞ്ഞുങ്ങൾക്ക് അത് സ്കൂളുകളിൽ ഇപ്പോൾ ഒരുപാട് ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഡ്രഗിനുള്ള നമ്മൾ ഈ ക്യാമ്പയിനുകൾ നടത്തുന്നു എന്ന് പറയുന്നത് പോലെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഓവറായിട്ടുള്ള കുട്ടികൾക്ക് ഫ്രീഡം നമ്മൾ കൊടുക്കാതിരിക്കുക, ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ. കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഇക്കാര്യത്തിലേക്കൊക്കെ ക്രേവിംഗ് വരുന്ന ഒരു ഏജ് ഉണ്ട്. ആ ഏജിൽ വരട്ടെ. എന്തിനാണ് നമ്മൾ ഇതിനു മുമ്പേ ഈ ഒരു കാര്യത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണ്ടല്ല. പിന്നെ ഈ പറയുന്നത് പോലെ 100% എല്ലാവരും ഓക്കെ ആണെന്ന് നമ്മൾ വിശ്വസിക്കാതിരിക്കുക. അത് സ്വന്തം അച്ഛനാണെങ്കിലും ബ്രദർ ആണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും വേണം. അത് പെൺകുട്ടിയുടെ അടുത്താണെങ്കിലും ആൺകുട്ടിയുടെ അടുത്താണെങ്കിലും. ആൺകുട്ടികളിൽ ഒരുപാട് കേസസ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പേടിക്കണം എന്നല്ല, ജസ്റ്റ് ബി അവെയർ, അത്രേ ഉള്ളൂ. ഇതൊക്കെ കേട്ടുവരുമ്പം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട അങ്ങനൊരവസ്ഥയിലേക്ക് വരും. ഒരിക്കലും അല്ല, നമ്മള് ആരെ വിശ്വസിക്കാതിരിക്കണ്ട. പക്ഷെ ജസ്റ്റ് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാം. എന്തെങ്കിലും ഒരു ട്രാക്ക് മാറി കുട്ടി പോവുകയാണ് എന്ന് ആദ്യമേ നമുക്ക് തോന്നുവാണ്, നമുക്കറിയാമല്ലോ, ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുക, വേണ്ട കൗൺസിലിങ്ങോ എന്നാന്ന് വെച്ചാൽ കൊടുക്കുക. കാര്യം പിന്നീട് അത് അങ്ങോട്ട് അവരുടെ ലൈഫിനെ മുഴുവനെ അത് ബാധിക്കും, സാരമായി ബാധിക്കും. കാര്യം ഒരു ഹെൽത്തി ഒരു മാരീഡ് ലൈഫ്, ഹെൽത്തി സെക്ഷൽ ലൈഫിലേക്ക് പിന്നെ അവർക്ക് പോകാൻ പാടാണ്. അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരും. ഒരിക്കലും അവർക്ക് അതിനകത്ത് ഒരു എൻജോയ്മെന്റ് കാണാൻ പറ്റില്ല പിന്നീട് അങ്ങോട്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ യു ടേക്ക് പ്രിവെന്റീവ് മെഷേഴ്സ്. അത് നോക്കിയും കണ്ടും ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം കുറേ നമ്മൾ സംസാരിച്ചു. എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. എപ്പോഴും 30 വയസ്സിന് ശേഷം സ്ത്രീകളുടെ മെൻ്റൽ ഫിസിക്കൽ സ്റ്റേജിനെ പറ്റി എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്, എപ്പോഴും കാണുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എപ്പോഴും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് 30-ന് ശേഷം സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്. ഇതിന് മാത്രം ചർച്ച ചെയ്യേണ്ടതാണോ ഈ ഒരു മെൻ്റൽ സ്റ്റേജ്? അല്ല, ഇത് എന്താണെന്ന് വെച്ചാൽ ഈ 30 years എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ 30 years കഴിഞ്ഞിട്ടുള്ള മെന്റൽ ഹെൽത്ത് എന്നല്ല, ആൺകുട്ടികൾക്കും ഇത് ബാധകമാണ്. അതെ, അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ആണുങ്ങൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഇതെന്താ വെച്ചാൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആണ്. മനസ്സിലായോ? കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ് തലകേറി വരുമ്പോൾ ഇവരുടെ ഒരു സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്തിനൊക്കെ ഇവർ തന്നെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഈ ലോകത്ത് ഞാൻ മാത്രം എന്താ ഇതിനു വേണ്ടി പ്രശ്നങ്ങളായി. പിന്നെ അമിതമായിട്ടുള്ള കുറേ ചിന്തകളൊക്കെ തലയിൽ കയറി നമ്മൾ തന്നെ അതിനെ അങ്ങ് കാട് കയറി ചിന്തിപ്പിച്ചൊരു പരുവാക്കി വെക്കും. അപ്പൊ ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കാര്യങ്ങളെ ലൈറ്റായി കാണാനും പ്രസന്റ് മൊമെന്റ് നിൽക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നം, നമ്മൾ ഒരുപാട് കയറി ഇന്ന് ഒരു കാര്യത്തിൽ ഇപ്പം സിമിയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. സിമിയെ ചോദിക്കുമ്പോൾ സിമി ഓട്ടോമാറ്റിക്കലി പോകുന്ന അന്നത്തെ കാര്യം തൊട്ടുള്ള എല്ലായിരിക്കും. ഓവർ തിങ്കിങ് ഇസ് വൺ മേജർ പ്രോബ്ലം വിച്ച് വി ഓൾ ഹാവ്. അതെ. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഇതാക്കിയാൽ പ്രസന്റ് മൊമെന്റിൽ നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ, പ്രത്യേകിച്ചും ലേഡീസ് ശ്രമിച്ചാൽ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ മെന്റിങ് ഓഫ് ഇല്ല, നമ്മുടെ ദേഷ്യം വരുമ്പോഴെല്ലാം ഇക്കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് നമ്മുടെ പാരൻസിനോടും മക്കളോടും ഹസ്ബൻഡിനോടും കൂടെയാണ്. അപ്പം സമാധാനം സത്യത്തിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുന്നതും സ്ത്രീയാണ്, സമാധാനം ഇല്ലാതാക്കുന്നതും നമ്മൾ തന്നെയാണ്. സ്ത്രീകളുടെ ഇപ്പം 30-ന് ശേഷം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ 30-ന് ശേഷമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 30 വയസ്സാകുമ്പോൾ നമ്മൾ കുറേയൊക്കെ പഠിക്കും, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് പഠിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുതിലേ അല്ലേ ഒരു മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചു തുടങ്ങേണ്ടത്? അല്ല, മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ വളരെയധികം ഇമോഷണലി സ്റ്റേബിളായ നല്ലൊരു എൻവയൺമെന്റിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഇപ്പം മക്കളാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അവർക്ക് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ വളരുവാണെങ്കിൽ
ഇവരുടെ അടുത്ത് മെന്റൽ ഹെൽത്തിനെയൊക്കെ പറ്റി പറയുമ്പോൾ ഇവർ അത്ര വലിയ കാര്യമാക്കൂല. നേരെ മറിച്ച് ഇമോഷണലി ഒരുപാട് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു, ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ, സെക്ഷുവൽ, മെന്റൽ ആയിട്ടുള്ള അബ്യൂസ് ഒക്കെ തുറന്നു വന്ന് ബ്രോക്കൺ ഫാമിലീസിന്റെ വിക്ടിംസ് ആയിട്ട് ഇതുപോലത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു കുട്ടിയാണ്, ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇവർക്ക് ഈ മെന്റൽ ഹെൽത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഇവരെ ആ ട്രാക്കിൽ കൊണ്ടുവന്ന് ഇവരത് ഉൾക്കൊള്ളും. ഇപ്പൊ നല്ലോണം പൈസ ഉള്ള ഒരാളുടെ അടുത്ത് പൈസയുടെ ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും എന്ന് പറയണത് പോലെ ഒരു കൺവീനിയന്റ് ആയ നല്ല സൗകര്യത്തോട് കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ മെന്റലി നല്ല സ്റ്റേബിളായി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് ഒന്നും കൂടെ അതിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും, ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അയ്യോ ഇത് ഞാനല്ലേ അല്ലെങ്കിൽ ഇത് എൻ്റെ അല്ലേ എന്ന് തോന്നുന്നതിന്റെ ഒരു കാരണവും അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പം മെന്റൽ ഹെൽത്ത് അവയർനെസ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ, ഓരോ കുട്ടിയുടെയും ഒരു സാഹചര്യത്തിനെ ആശ്രയിച്ചിരിക്കുന്നു തോന്നുന്നു. കുറച്ച് നേരമായി, സമയം പോകുന്ന അറിയുന്നില്ല. എന്നിരുന്നാലും നമുക്ക് വീണ്ടും കാണാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.